ഹായ് ഹലോ. കൂട്ടുപലിശയുടെ നാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുന്നേ ചെയ്ത 3 വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി കേട്ടോ, വൃത്തിയായിട്ട് കണ്ടുപോരുക. ശരി, ഇന്നുകൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ 2024 വരെ ചോദിച്ച ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആവും. യെസ്, ഇനി പുതിയ ചോദ്യങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ പുതിയ അപ്ഡേഷൻസ് ഇടുന്നത്. നിലവിൽ ഈ വീഡിയോയോട് കൂടെ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നതായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ അല്ലേ മക്കളെ? ശരി, ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 2, 4, 5 ചോദ്യം ഉണ്ട് ഇവിടെ. ഇനി വീണ്ടും ഒരു 3 ചോദ്യം. അപ്പോൾ 5, 3, 8 ചോദ്യം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. വേഗം തുടങ്ങാം, സമയം കളയാനില്ല. യെസ്, ആദ്യത്തെ ചോദ്യം. 2 വർഷത്തേക്ക് പ്രതിവർഷം 10% എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 എങ്കിൽ തുക കണ്ടുപിടിക്കുക. മക്കളെ പഠിച്ചു വെച്ചോണേ. 2 വർഷ കാലയളവിലേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്. നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കണം. ഇക്വേഷൻ PR² ഡിവൈഡഡ് ബൈ 10,000 എന്നതാണ്. എന്താണ്? 2 വർഷ കാലയളവിലേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? PR² ബൈ 10,000. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ 2 വർഷത്തേക്ക് 25 രൂപയുടെ വ്യത്യാസം ഉണ്ടായി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? എങ്കിൽ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. പലിശ നിരക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 10% ബൈ 10,000. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉത്തരവായി ഒരു കഷ്ടപ്പാടുമില്ല, വെറുതെ സോൾവ് ചെയ്ത ഉത്തരം. ഇതും വെട്ടിപ്പോവും, ഈ 1000 ഇങ്ങോട്ട് പോവും. സോ പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ടു നമുക്ക് കിട്ടും 2000. ഇത് 100 ആണേ, 10 അല്ല, R² അല്ലേ, അപ്പം 100 വരുന്നത് കേട്ടോ. 100, ഈ 0 കൂടെ പോവും. സോ 25ഉം 2 0, 2500 നമുക്ക് ആൻസർ കിട്ടും. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ച എല്ലാവരും. 2 വർഷ കാലയളവിലേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും നമ്മൾ വ്യത്യാസം കാണാൻ PR² ബൈ 10,000. ഓക്കെ, ഇവിടെ വ്യത്യാസം 25 ആണെന്ന് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. പ്രിൻസിപ്പൽ എമൗണ്ട് അറിയില്ല, R² റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആയതുകൊണ്ട് R² 100 വരും ബൈ 10,000. 100ന് 2 0, 10,000ന് 2 0 പോവും. ഇനി 100 മുകളിലേക്ക് വരുമ്പം 25 × 100 2500 കിട്ടും പ്രിൻസിപ്പൽ എമൗണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശരി, നെക്സ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിക്കുന്നു അല്ലേ? 10,000 രൂപ 5% നിരക്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും എന്നാണ് ചോദ്യം അല്ലേ? 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? മക്കളെ 1 to 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. 1ൻ്റെ താഴെ പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതി 10,000, അതിൻ്റെ 5% വേണം 2ൻ്റെ താഴെ എഴുതാൻ. നമുക്കറിയാം 10,000ൻ്റെ 10% 1000 അല്ലേ, അപ്പോൾ 5% 500 ആണ്. ഓക്കെ, ഇനി 500ൻ്റെ 5% വേണം 1ൻ്റെ താഴെ എഴുതാൻ. 500ൻ്റെ 10% 50, അപ്പോൾ 5% 25. ഇനി താഴേക്ക് ഗുണിക്കണം. ഗുണിക്കുമ്പം 1 × 10,000 10,000 എന്ന് വരും. 2 × 500 1000 എന്ന് വരും. 1 × 25 25 എന്ന് വരും. കൂട്ടുപലിശയായിട്ട് എത്ര കിട്ടുന്നല്ല, ആകെ എത്ര തിരിച്ച് കിട്ടുന്നതാണ് ചോദ്യം. അപ്പോൾ ഈ താഴെ കിടക്കുന്ന എല്ലാം കൂടെ കൂട്ടണം അല്ലേ? സോ 10,000 + 100 + 25, സോ 10,125 എന്നാണ് ആൻസർ കിട്ടുന്നത്. എത്ര കിട്ടും മക്കളെ? സോറി, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 2 × 500 100 അല്ല 1000 ആണ്. അപ്പോൾ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് തിരുത്തി എഴുതിയേക്കാം. ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. നോക്കണേ, 10,000 2 × 500 1000, 1 × 25 25. ശരി, ഇനി ആകെ താഴെ കിടക്കുന്ന എല്ലാം കൂടെ കൂട്ടുമ്പം എത്ര കിട്ടും? 10,000 × 1000 × 25 11,025 എന്ന് കിട്ടും അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 10,000 + 1000 11,000 + 25 11,025 എന്ന് കിട്ടും അല്ലേ? 11,025. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം.
ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മൾ വ്യത്യാസം 1000 രൂപയാണ് എങ്കിൽ തുക എത്ര? മുമ്പേ പറഞ്ഞു 2 വർഷ കാലയളവിലേക്ക് അല്ലേ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ PR² ഡിവൈഡഡ് ബൈ 10,000 എന്നതാണ് അല്ലേ. ഇവിടെ വ്യത്യാസം 1000 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 1000 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു നിശ്ചിത തുകയ്ക്ക് തുക കാണാനാണ് ചോദ്യം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%, R² എന്നുള്ളത് 25 എന്ന് വരും. ഡിവൈഡഡ് ബൈ 10,000 എന്ന് കിട്ടും അല്ലേ. ഇവനെയും തട്ടിക്കളയാം. 400 എന്ന് കിട്ടും. 400 ഇങ്ങോട്ട് പോകുമ്പം പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 400 പിന്നെ ഒരു 3 പൂജ്യവും കൂടെ വരും. അപ്പം ആൻസർ 4 ലക്ഷം എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം, 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ അല്ലേ. അപ്പം 1 to 1 യൂസ് ചെയ്യാം. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 25,000 ആണ്. 25,000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, പലിശ നിരക്ക് എത്രയാ? 8% ആണ്. അപ്പോൾ 25,000ൻ്റെ 8% വേണം 2ൻ്റെ താഴെ എഴുതാൻ. 25,000ൻ്റെ 1% എത്രയാ മക്കളെ? 250. അപ്പോൾ 8% കാണാൻ 250 × 8 അല്ലേ ചെയ്യണ്ടേ? 2000 ആണോ? അതിൻ്റെ 8% നമുക്ക് ഇങ്ങോട്ട് എഴുതണം. 1% 20, 8% 16, 160 എന്ന് കിട്ടും. ശരിയല്ലേ? 1% 20, 8% 160 എന്ന് കിട്ടും. ഓക്കെ, ഇനി താഴേക്ക് ഗുണിക്കണം. ഇത് 25,000 അല്ലേ. ഓക്കെ, ഇത് 4,000. ഓക്കെ, ഇത് 160. ഇനി ചോദ്യം കൂട്ടുപലിശയായിട്ട് എത്ര കിട്ടുന്നല്ലേ. സോ 4,160 രൂപ. 4,160. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം, എത്ര കാലം കൊണ്ട് 2,400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2,646 രൂപയാകും? 2,400 രൂപ എത്ര രൂപയായിട്ട് മാറണം? 2,646 രൂപയായിട്ട് മാറണം 5% കൂട്ടുപലിശ നിരക്കിൽ. അതായത് മക്കളെ 246 രൂപ പലിശ കിട്ടണം. അതിന് എത്ര വർഷം വേണം എന്നാണ് ചോദ്യം അല്ലേ. അതായത് 2,400 എന്നുള്ളത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. 2,400 രൂപയ്ക്ക് 5% നിരക്കിൽ 246 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം വേണം എന്നാണ് ചോദ്യം. ഇങ്ങനെ കാലയളവ് കാണാൻ ചോദിച്ചാൽ മുന്നത്തെ വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വർഷത്തെ പലിശ കണ്ടിട്ട് കമ്പയർ ചെയ്ത് ചെയ്യണം. ഇവിടെ ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത് നമുക്കറിയാം, പലിശ നിരക്ക് 5% ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 2,400 ആണ്. 2,400ൻ്റെ 10% 240. അപ്പോൾ 5% 120. ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ 120. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ 120 സംതിങ് ആയിരിക്കും. 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 240 സംതിങ്. അപ്പോൾ 246 രൂപ പലിശ കിട്ടാൻ 2 വർഷം വേണമെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പം കാലയളവ്, കൂട്ടുപലിശയുടെ ചോദ്യങ്ങളിൽ കാലയളവ് കാണാൻ ചോദിച്ചാൽ ആദ്യത്തെ വർഷത്തെ പലിശ കണ്ടിട്ട് കമ്പയർ ചെയ്ത് നോക്കണം എന്ന കാര്യം മറക്കാതിരിക്കും. ശരി, ഇവിടെ ആദ്യത്തെ വർഷത്തെ പലിശ 120. അപ്പോൾ 246 രൂപ പലിശ കിട്ടാൻ 2 വർഷം. അതൊരു അപ്രോക്സിമേറ്റ് വില എടുത്താൽ മതി മക്കളെ, എക്സാക്ട്ലി ഒന്നും ചെയ്യണ്ട. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം, കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച ഒരു തുക 2 വർഷം കൊണ്ട് എത്രയായിട്ട് മാറി? 2 വർഷം കൊണ്ട് 9,680 രൂപയായി. 3 വർഷം കൊണ്ട് എത്രയായിട്ട് മാറി? അത് 10,648 രൂപയായി മാറി. എങ്കിൽ പലിശ നിരക്ക് എത്ര? 2 വർഷം കൊണ്ട് 9,680 3 വർഷം കൊണ്ട് 10,648 ആയാൽ
ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ആദ്യം നോക്കാം. എത്ര കിട്ടും മക്കളെ? ഇവ തമ്മിലുള്ള വ്യത്യാസം 968 രൂപ എന്ന് കിട്ടും. അപ്പോൾ ഒരു വർഷം കൊണ്ട് കൂടിയത് 968 രൂപയാണ്. പലിശ നിരക്ക് എത്രയാണ് എന്നറിയാൻ ഈ കൂടിയ 968 രൂപ അതിന് തൊട്ട് മുമ്പത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 9680ൻ്റെ എത്ര ശതമാനം എന്ന് നോക്കിയാൽ മതി. കണ്ടോ? ഓക്കെ, ഒന്നുമില്ല, ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. ഒന്ന് ആൻസർ 10 എന്ന് കിട്ടും അല്ലേ? 10% എന്ന് കിട്ടും. സോ അവിടെ പലിശ നിരക്ക് 10% മനസ്സിലാക്കാം. 2 വർഷം കൊണ്ട് 9680 യെസ്. 3 വർഷം കൊണ്ട് 10648 ഒരു വർഷം കൊണ്ട് കൂടിയത് 968 രൂപയാണ്. അപ്പോൾ പലിശ നിരക്ക് എത്രയാണെന്നറിയാൻ കൂടിയ 968 രൂപ 9680 രൂപയുടെ എത്ര ശതമാനം നോക്കാം. ശരി, അടുത്ത ചോദ്യം. 8% പലിശ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സന്ദീപ് 25,000 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? കൂട്ടുപലിശ കിട്ടും എന്നല്ലേ ചോദ്യം. ഓക്കെ, 1 2 1 എന്നെഴുതാം. ആണോ? ശരി, 1ൻ്റെ താഴേക്ക് 25,000 എഴുതി. അതിൻ്റെ 8% 2ൻ്റെ താഴേക്ക് എഴുതണം. 1% 250, 8% 2000 എന്ന് കിട്ടും. അതിൻ്റെ 8% വീണ്ടും 1ൻ്റെ താഴേക്ക് 1% 20, 8% 160 എന്ന് കിട്ടും. താഴേക്ക് ഗുണിക്കുമ്പം 25,000. ഓക്കെ, സോ 4000 അല്ലേ? 160 അല്ലേ മക്കളെ? ആകെ എത്ര രൂപ കിട്ടും എന്നല്ലേ? അപ്പം ഇതെല്ലാം കൂടെ കൂട്ടണ്ടേ? ഓക്കെ, അപ്പം 29 160 എന്ന് കിട്ടും അല്ലേ? എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ ആണല്ലോ? 29 160. അടുത്ത ചോദ്യം. ഒരാൾ 30,000 രൂപ 7% കൂട്ടുപലിശ നിരക്കിൽ 7% കൂട്ടുപലിശ നിരക്കിൽ നിക്ഷേപിച്ചപ്പം 4,347 രൂപ പലിശയായെങ്കിൽ എത്ര വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്? മക്കളെ, 30,000 രൂപയല്ലേ പ്രിൻസിപ്പൽ എമൗണ്ട്? ആണ്. കിട്ടിയ പലിശ 4,347 അല്ലേ? പലിശ നിരക്ക് 7% അല്ലേ? നിക്ഷേപിച്ചതെങ്കിൽ കാലയളവ് എത്രയെന്നല്ലേ? കാലയളവ് കാണാൻ ചോദിച്ചാൽ മറക്കണ്ട, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ? ആദ്യത്തെ വർഷത്തെ പലിശ കണ്ടിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെ ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് ഓൾറെഡി കാലയളവ് കാണാനുള്ള ചോദ്യം നമ്മൾ ചെയ്തതാണ്. ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത് 30,000ൻ്റെ 7%. 1% 300, 7% എന്ന് പറഞ്ഞാൽ 2,100 എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ വർഷത്തെ പലിശ. ഓക്കെ, രണ്ടാമത്തെ വർഷത്തെ പലിശ എന്തായാലും 2,100 സംതിങ് ആണ്. കണ്ടുപിടിച്ചില്ല, 2,100 സംതിങ് എന്ന് എടുത്തു. അപ്പോൾ 2 വർഷം കൊണ്ട് 4,200 സംതിങ് എന്ന് കിട്ടി. 4,347 അല്ലേ മക്കളെ കിട്ടണ്ടേ? അതിനോട് ചേർന്ന് വന്നില്ലേ? അപ്പോൾ ആൻസർ 2 വർഷം. കാരണം ഇവിടെ ഒരു സംതിങ് ഉണ്ട്, ആ സംതിങ് നമ്മൾ എടുത്തിട്ടില്ല. അതും കൂടെ ചേരുമ്പം 2,347 കറക്റ്റ് കിട്ടും. ഇനി 2.5 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടിപ്പോവും എന്തായാലും എമൗണ്ട്. 3 വർഷം എന്തായാലും ഒത്തിരി കൂടിപ്പോവും, 4 വർഷവും കൂടിപ്പോവും. അപ്പോൾ ചേരുന്ന ഓപ്ഷൻ എ ആണ് 2 വർഷം. ഇങ്ങനെ അപ്രോക്സിമേറ്റ് വിലയെടുത്ത് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ശരി, അപ്പോൾ കാലയളവ് കാണാൻ കൂട്ടുപലിശയുടെ ചോദ്യം വന്നാൽ ആദ്യത്തെ വർഷത്തെ പലിശ കണ്ടിട്ട് എന്ത് ചെയ്തോണം? കമ്പയർ ചെയ്തോണം. ഓക്കെ, അപ്പോൾ തീർന്നു. എൻ്റെ ദൈവമേ, തീർന്നു. കൂട്ടുപലിശയുടെ ചോദ്യങ്ങൾ തീർന്നു. അപ്പോൾ ഇതോടുകൂടി കൂട്ടുപലിശ തൽക്കാലം തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. പുതിയ എക്സാമുകൾ വരുമ്പോൾ ഒരു 4-5 ചോദ്യം ആകുമ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. എല്ലാം മനസ്സിലാകുന്നുണ്ട്, എൻ്റെ ഒപ്പം വരുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ മക്കളെ, അപ്പോൾ താങ്ക് യു, ടാറ്റ, ബൈ ബൈ.